ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡിൻ്റെ AC റോഡിൻ്റെ നിർമ്മാണം പൂർത്തിയായി കഴിഞ്ഞു. ഇന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ പാലം ഉദ്ഘാടനം ചെയ്യും. നമുക്കറിയാം അവിടെ നിന്നിപ്പോൾ സുജു ടി ബാബു ഉണ്ട്. സുജു, ഈ ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡ് എന്ന് അതിൻ്റെ പഴയ പാലത്തിൻ്റെ ഓർമ്മകളുള്ളവർക്ക് അറിയാം, മാധ്യമപ്രവർത്തകർക്ക് ആലപ്പുഴയിൽ ജോലി ചെയ്തിട്ടുള്ളവർക്കൊക്കെ അറിയാം. മഴ അങ്ങോട്ട് പെയ്തു തുടങ്ങിയാൽ അപ്പോഴേ എല്ലാവരും നേരെ ഈ AC റോഡിൻ്റെ പല ഭാഗങ്ങളിലേക്ക് പോകും. കാരണം AC കനാലിൻ്റെ പിന്നെ അതിൽ നിന്ന് വെള്ളം നേരെ ഈ ചങ്ങനാശ്ശേരി ആലപ്പുഴ റോഡിലേക്കാണ് കയറുന്നത്. പിന്നെ വണ്ടി ഒന്നും പോകാൻ പറ്റില്ല, ബൈക്ക് ഒന്നും പോകാൻ പറ്റില്ല. വീടുകളിലൊക്കെ വെള്ളം കയറി ആകെ കുളമാകുന്ന ഒരു സാഹചര്യമായിരുന്നു. അതിനൊക്കെ ഉള്ള വലിയ ഒരു പ്രതിവിധി അല്ലെങ്കിൽ അതിനെല്ലാം പരിഹരിച്ചുകൊണ്ടാണ് ഇപ്പോൾ പുതിയ ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡ് വന്നിരിക്കുന്നത്. എന്തൊക്കെയാണ് അവിടെ നിന്നുള്ള വിശദാംശങ്ങൾ? തീർച്ചയായിട്ടും ഷമിയും നിരവധി വർഷം ആലപ്പുഴ ജോലി ചെയ്ത മാധ്യമപ്രവർത്തകൻ കൂടിയാണ്. ഷമിയുടെ അനുഭവത്തിൽ നിന്നായിരിക്കാം ഷമി ഒരുപക്ഷെ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു വെച്ചത്. ഇപ്പോൾ അല്പസമയത്തിനുള്ളിൽ തന്നെ ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡിൻ്റെ പൂർത്തീകരിച്ച റോഡിൻ്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. 24 കിലോമീറ്ററാണ് ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡ്. സെമി എലിവേറ്റഡ് ഹൈവേ ആണ്. ഇത് 740 കോടി രൂപ മുടക്കിയാണ് സംസ്ഥാന സർക്കാർ ഇത് പൂർത്തീകരിച്ചിരിക്കുന്ന. ആലപ്പുഴക്കാരുടെ വലിയ ഒരു സ്വപ്നം തന്നെയാണ് സാക്ഷാത്കാരമായിരിക്കുന്നത്. നമുക്ക് ഈ റോഡിന് വന്നതോടുകൂടി തന്നെ നമുക്കറിയാം ഇനിയൊരു പ്രളയത്തെ ഉണ്ടാകാതിരിക്കട്ടെ, പക്ഷെ അങ്ങനത്തെ സംഭവം ഉണ്ടായാൽ അതിനെ അതിജീവിക്കത്തക്ക റോഡുകളാണ് പണി പൂർത്തീകരിച്ചിരിക്കുന്ന. ആളുകളുടെ പ്രതികരണം വലിയ സന്തോഷമാണോ? ഒരുപാട് സന്തോഷം. ഞങ്ങളുടെ ചിരകാല അഭിലാഷമായിരുന്നു തട്ടാശ്ശേരി പാലമൊക്കെ, അത് യാഥാർത്ഥ്യമാകുകയാണ്. അതിൻ്റെ ഭയങ്കരമായ സന്തോഷത്തിലാണ് ഞങ്ങളെല്ലാം. അതുപോലെ തന്നെ ഈ AC റോഡിൻ്റെ ഉദ്ഘാടനം, കാരണം വെള്ളപ്പൊക്കത്തെ അതിജീവിക്കാനുള്ള നിലയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. അതിലും ഭയങ്കര സന്തോഷമുണ്ട്. AC റോഡിൻ്റെ നിർമ്മാണത്തെ പറ്റിയാണ് അദ്ദേഹം പറഞ്ഞത്. മന്ത്രിമാരായ സജി ചെറിയാൻ, മുഹമ്മദ് റിയാസ്, റോഷി അഗസ്റ്റിൻ ഉൾപ്പെടെയുള്ള ആളുകൾ സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. അല്പസമയത്തിനുള്ളിൽ തന്നെ ഉദ്ഘാടന ചടങ്ങ് ആരംഭിക്കും. വലിയ ഒരു സന്തോഷത്തായിരിക്കും നാട്ടിലുള്ള ആളുകളെല്ലാം. കുട്ടനാട്ടിലെ ജനങ്ങൾ അവരുടെ സ്ഥിരകാല സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുന്ന ഒരു പരിപാടിയല്ലേ, ഒരു മുഹൂർത്തമല്ലേ. കുട്ടനാട്ടിലെ ജനങ്ങളാകെ വലിയ സന്തോഷത്തിലാണ്. നാട്ടിലുള്ള ആളുകളെല്ലാം വലിയ സന്തോഷത്തിലാണ് ഉള്ളത്. കുട്ടനാട് നിവാസികൾക്കെല്ലാം വലിയ സന്തോഷമുള്ള കാര്യം തന്നെയാണ്. ആലപ്പുഴക്കാർക്കെല്ലാം അമ്മയും റോഡിൻ്റെ പണി പൂർത്തിയായി, പാലങ്ങളുടെ പണി പൂർത്തിയാക്കി ഉദ്ഘാടനം നടക്കുകയാണ്. എന്താണ്? എല്ലാവർക്കും വലിയ സന്തോഷമാണ്. ഒരു അപകടമൊന്നും വലുതായിട്ട് ഉണ്ടാകുന്നില്ല. വണ്ടി നല്ല സ്മൂത്തായിട്ട് നടന്ന് പോകുന്നു. അതാണ് പറയാനുള്ളത്. അതാണ് ആളുകളുടെ വലിയ സന്തോഷം തന്നെയാണ് നമുക്ക് ഓരോ ആളുകളിലും കാണാൻ സാധിക്കുന്നത്. സുജു, പഴയ AC റോഡിന്റെ കാര്യം കൂടി ഒന്ന് ചോദിക്കൂ അവരോട്. അപ്പോൾ നമുക്ക് അവരുടെ ആ ഒരു ബുദ്ധിമുട്ട് നമുക്ക് മറ്റ് പ്രേക്ഷകർക്ക് കൂടി അറിയാൻ കഴിയുമല്ലോ. തീർച്ചയായിട്ടും നമുക്ക് അതും ചോദിക്കാവുന്നതാണ്. ഒരാൾ നമ്മുടെ പ്രതികരിക്കാനായി എത്തുന്നുണ്ട്. ചേട്ടാ, പഴയ AC റോഡ് എങ്ങനെയായിരുന്നു? പഴയ AC റോഡ് വളരെ മോശപ്പെട്ട രീതിയിലായിരുന്നു. ഇപ്പോൾ ഞങ്ങളുടെ കുട്ടനാട്ടിലെ ഞങ്ങളുടെ സ്വപ്ന പദ്ധതിയായിട്ടുള്ള AC റോഡിൻ്റെ നവീകരണവും ഗംഭീരമായ നല്ലൊരു റോഡാണ് നിർമ്മിച്ചിരിക്കുന്നത്. പിന്നെ സന്തോഷം. കുട്ടനാട് തട്ടാശ്ശേരി പാലം, കാവാലം തട്ടാശ്ശേരി പാലം ഉദ്ഘാടനവും ഞങ്ങളുടെ കുടിവെള്ള പദ്ധതിക്ക് എല്ലാം സമ്പൂർണ്ണമായ വിജയം ഞങ്ങൾക്ക് വികസനം എത്തിച്ചതിൽ മുഖ്യമന്ത്രിക്ക് അതിയായ നന്ദി അറിയിക്കുന്നു. മുഖ്യമന്ത്രിക്ക് നന്ദി അറിയിക്കുകയാണ്. നമുക്ക് മറ്റൊരു കാവാലം തട്ടാശ്ശേരി പാലം, അത് പടഹാരം പാലം തുടങ്ങിയതിലൊക്കെ ഉദ്ഘാടനമാണ്. നമുക്ക് ചേട്ടാ, ഈ പടഹാരം പാലം അറിയാവോ? അറിയാം. അവിടെ പണ്ട് കടത്തായിരുന്നു അല്ലേ? കടത്തായിരുന്നു. സമീപ 2020 വരെ. അതെ, ജങ്കാറൊക്കെ ആയിരുന്നു അല്ലേ? ജങ്കാറ് പിന്നീടാണ് വന്നത്. ആദ്യം കടത്തായിരുന്നു. ഞങ്ങൾ തകഴിയിലൊക്കെ പോകാൻ എളുപ്പം കടത്ത് കയറി പടഹാരം വഴിയാണ് പോയിക്കൊണ്ടിരുന്നത്. പാലം വന്നു, എന്ത് പറയുന്നു? പാലം വന്ന് വളരെ സന്തോഷം. ഇനി ഒരു കാര്യം, തർക്കമില്ലാത്തൊരു കാര്യം പറയാം. ഇനി മൂന്നാം മുന്നണിയോടെ നമ്മുടെ പിണറായി വിജയൻ, മൂന്നാം മുന്നണി, അതായത് മൂന്നാം ഭരണം ഉണ്ടാകും. എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്? എന്താണ് ഇപ്പോഴത്തെ ഈ പാലങ്ങളുടെയും റോഡുകളുടെയും ഇപ്പോൾ ഞങ്ങളുടെ അവിടെയാണ് രാമഗിരിയിലെ ഒരു വെള്ളത്തിൻ്റെ ഇത് പണിതുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ വളരെയധികം സന്തോഷമുണ്ട്. ഈ അനുഭവത്തിൽ നിന്നാണോ? സ്വന്തം അനുഭവത്തിൽ നിന്നാണ് ഇത് പറയുന്നത്. അല്ലാതെ നമുക്ക് പറയാൻ നോക്കും. VD സതീശൻ പോലും ഒന്നും പറയാൻ നമുക്കൊക്കെ അനുഭവത്തിൽ നിന്ന് ഒരു സാധാരണക്കാരുടെ അനുഭവം പങ്കുവെക്കുന്നതാണ് നമ്മൾ കണ്ടത്. അതായത് മൂന്നാം തുടർഭരണം ഉണ്ടാകുമെന്നാണ് ആ മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ സ്വന്തം അനുഭവത്തിൽ നിന്ന് പങ്കുവെക്കുന്ന കാര്യം. AC റോഡിൻ്റെയും പാലങ്ങളുടെ ഒക്കെ ഉദ്ഘാടനമാണ്. വലിയ സന്തോഷത്തിലാണ് എല്ലാം. വളരെ സന്തോഷത്തിലാണ്. വെള്ളപ്പൊക്കത്തിൽ നിന്ന് ഞങ്ങൾ വളരെയേറെ ബുദ്ധിമുട്ടി യാത്ര തരുന്നത്, അതൊക്കെ വലിയ മാറ്റം വന്നില്ലേ. വെള്ളപ്പൊക്കം ഞങ്ങൾക്കൊരു പ്രശ്നമല്ല. റോഡിൽ യാത്ര ചെയ്യും വലിയ മെച്ചപ്പെട്ട AC റോഡ്. പിന്നെ അതുപോലെ മെച്ചപ്പെട്ട AC റോഡ്. ഈ പാലത്തിന് റോഡിൻ്റെ ഒക്കെ ഉദ്ഘാടനമാണ്. നിങ്ങൾ നാട്ടുകാർ എന്താണ് പറയാനുള്ളത്?
സന്തോഷമുള്ള ദിവസമാണിന്ന്. ഈ നാടിൻ്റെ ഏറ്റവും സുജു, പ്രധാനപ്പെട്ട ഒരു സുജു, റോഡാണ് AC റോഡ്. സുജു, ഈ ചങ്ങനാശ്ശേരി റോഡ് നമുക്കറിയാം, ഈ കുട്ടനാടൻ പാടശേഖരങ്ങൾ, ഒപ്പം തന്നെ ഈ പറയുന്ന പോലെ ഒരുപാട് നദികൾ ഒക്കെ ചേരുന്ന ഒരു പ്രദേശമായതുകൊണ്ട് തന്നെ ഈ കാലവർഷമൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മഴ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നീട് ഈ പ്രദേശം മുഴുവൻ വെള്ളത്തിലാണ്. യാത്ര എന്ന് പറഞ്ഞാൽ തീർത്തും ദുസ്സഹമാകുന്ന ഒരു അവസ്ഥയാണ്. അതിനാണ് മാറ്റം വന്നിരിക്കുന്നത്. ഇപ്പോൾ ഈ വന്നിരിക്കുന്നതിൽ ഏതാണ്ട് 4 വലിയ പാലങ്ങളും ഏതാണ്ട് 14 ചെറിയ പാലങ്ങളും ഉൾപ്പെടുന്നതാണ് ഈ AC റോഡ്. അപ്പോൾ ഈ വലിയ ഉയരത്തിൽ, അതായത് വെള്ളം കയറിയാൽ പോലും ഇതിൻ്റെ കീഴിൽ കൂടെ വെള്ളം ഒഴുകിപ്പോകുന്ന, പാലത്തിൻ്റെ താഴെ കൂടി വെള്ളം ഒഴുകിപ്പോകുന്ന തരത്തിലാണ് ഈ പാലങ്ങളുടെ ഒക്കെ തന്നെ നിർമ്മാണം. അതുകൊണ്ട് ഒരർത്ഥത്തിലും ഗതാഗതം തടസ്സപ്പെടും എന്നൊരു ഭയം നാട്ടുകാർക്കില്ല എന്നുള്ളതാണ്. അതൊരു വലിയ മാറ്റമാണ്. സാധാരണ നമ്മൾ ഒരു റോഡ് പുതുക്കി പണിയുന്നത് പോലെയല്ല, അതിൻ്റെ സ്ട്രക്ചറിലാകെ മാറ്റം വന്നിട്ടുണ്ട്, അതിൻ്റെ പാലങ്ങളുടെ ഉയരത്തിൽ വലിയ തോതിൽ മാറ്റം വന്നിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ ഇനി എത്ര വലിയ പ്രളയം, 2018 മഹാപ്രളയത്തെക്കാൾ വലിയ പ്രളയം വന്നാൽ പോലും ഈ അവിടുത്തെ ഗതാഗതത്തെ ബാധിക്കാത്ത തരത്തിൽ ഒരു ദീർഘവീക്ഷണത്തോടുകൂടി ആ പാലങ്ങളും റോഡും നിർമ്മിച്ചു എന്നുള്ളത് ഒരു വലിയ പ്രത്യേകതയാണ്. സുജു, തീർച്ചയായും ഷമ്മി സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഈ കുട്ടനാടിന് വലിയ പ്രത്യേകത, ലോകത്ത് തന്നെ അതിൻ്റെ ജോഗ്രഫിക്കൽ ഏരിയ നോക്കുമ്പോൾ, അല്ലെങ്കിൽ അതിൻ്റെ പ്രത്യേകത നോക്കുമ്പോൾ ആ ലോകത്ത് തന്നെ അപൂർവമാണ് സമുദ്രനിരപ്പിന് താഴെ കൃഷി ചെയ്യുന്ന സ്ഥലമുള്ളത്. മാത്രമല്ല പമ്പ, മണമലയാറ്, അച്ചൻകോവിൽ തുടങ്ങിയ ആറുകൾ എത്തിച്ചേരുന്നതും ഒഴുകിയെത്തുന്നതും കുട്ടനാട്ടിലേക്കാണ്. അതുകൊണ്ട് കുട്ടനാട് നമുക്കറിയാം പ്രളയത്തിന് സാധ്യതയുള്ള ഏറ്റവും വലിയ പ്രദേശം കൂടിയാണ്. ആ സ്ഥലത്താണ് ഇന്നിപ്പം പുതിയ റോഡുകൾ വരുന്നത്. മാത്രമല്ല കുട്ടനാടിൻ്റെ സമഗ്ര കുടിവെള്ള പദ്ധതിക്കും മുഖ്യമന്ത്രി നിർമ്മാണ ഉദ്ഘാടനം നടത്തും. അതായത് വെള്ളം സർവത്ര വെള്ളം, കുടിക്കാനൊരു തുള്ളി വെള്ളമില്ലാത്ത സാഹചര്യം കുട്ടനാടുകാർക്ക് പഴങ്കഥയാകുകയാണ്.